Hi everyone, welcome to Commerce Lesson Plans with ARJ. Today this video is about recent developments in capital markets in India. Indian capital market is one of the best performing markets in the world. Fueled by strong economic growth and a large inflow of foreign institutional investors. And Indian stock market delivered growth during the last 5 years, rising over 3 times during the period. So the growth of the Indian stock market indices is very in explosive growth nature. When we watch the 5 years rising results of the growth of the Indian market. So there are lot of measures adopted by the SEBI to develop and broaden the market, as well as to make it transparent and to protect the interest of the investors also. So measures adopted to maintain the safety and integrity of the capital market. What are the steps to be taken to reduce the settlement risk? Also, these measures combined with the effective implementations of the regulations. So, the improvement in the quality of intermediation and building an automated market is what? So, നമ്മൾ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ബെസ്റ്റ് പെർഫോമിംഗ് മാർക്കറ്റ് എമംഗ് ദ വേൾഡ് ആക്കിയെടുക്കാനായിട്ട് എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സുകളാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കേസിൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി ഇൻ്റർമീഡിയേഷൻ്റെ കേസസിൽ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സ്റ്റെപ്സുകൾ എന്തെല്ലാണ്, സെബിയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് അവരുടെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സുകളെന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നമുക്കറിയാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസും ആൻഡ് BSE ആൻഡ് NSE അല്ലേ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ഇത് നമ്പർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, ഇത് ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് ബീൻ ക്വൈറ്റ് ഇൻസ്പയറിങ്. ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് നമുക്ക് ഇപ്പോൾ നിലവിൽ 24 സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ കൂടുതലായിട്ടുണ്ട്. അതിൽ 8 പെർമനൻറ്റ് റെക്കഗ്നീഷൻ ഉള്ളതാണ്. അടുത്തുള്ള ഇനിയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസുകളൊക്കെ നമ്മൾ ആക്റ്റീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് 20 ഉള്ളത്. സോ ദ 2 മേജർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എന്ത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസും. ദെൻ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യൻ്റെ റെഗുലേഷൻസ് ഡയറക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ, അണ്ടർ ദ ആക്ട് ഓഫ് സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. So the Capital Issue Control Act 1947 that controlled the issue of capital was abolished, and issue of capital and pricing of issues by the company has been freed from the requirements. So സെബിയുടെ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓൺ ഇന്ത്യ ആരാ കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പവേഴ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 ആക്ട് പ്രകാരമാണ് അതിൻ്റെ റൂൾസ് നിലവിൽ വന്നേക്കുന്നത്. സോ ക്യാപിറ്റൽ ഇഷ്യൂ കൺട്രോൾ ആക്ട് കൂടിയിട്ട് വളരെ പ്രധാനപ്പെട്ട, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫങ്ഷനിങ് പ്രധാനപ്പെട്ട ഒരു ആക്റ്റും കൂടിയുണ്ട്. ഇത് ഇഷ്യൂ ഓഫ് ക്യാപിറ്റലിൻ്റെ കൺട്രോളിങ്ങിൻ്റെ പരിധിയിൽ വിടുന്നതാണ്. ആൻഡ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി എക്സ്റ്റാബ്ലിഷ് ചെയ്ത ദിവസം എന്ന് പറയുന്നത് April 12, 1988. April 12, 1988. അതുകൊണ്ട് തന്നെ it became a statutory and a really powerful organization in 1992 when the controller of the capital issues was abolished. So replacement വന്നിട്ടുണ്ട് സെബി ആക്ടിലെ 4th April 1992. So it was constituted by the government of India as non-statutory body to promote the development of the security market and to provide adequate investor protection. So സെബി പ്രാവർത്തികമാക്കിയത് വർഷം ആൻഡ് റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവന്ന വർഷം
ആൻഡ് ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ്. സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയും ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്റർ ആയിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലനിൽക്കുന്നത്. സോ സെബീനെ നമുക്ക് മെയിൻ റെഗുലേറ്റർ ബോഡി ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വിളിക്കാം. ദെൻ മറ്റൊരു റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ നടന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നതാണ്. ഒരു പ്രോമിസിംഗ് ചേഞ്ച് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് BSE ആൻഡ് NSE. സോ ഇതൊരു സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് ഡെവലപ്മെൻറ്റ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് പറയാം. ദെൻ അടുത്തൊരു ചുവടുവെപ്പ് എന്നുള്ളത് മെഷർ ടു കർബ് ഇൻസൈഡർ ട്രേഡിംഗ് ആണ്. ഇൻസൈഡർ ട്രേഡിംഗ് ഹാസ് ബീൻ ഗിവൺ എ ബിഗ് പ്രോബ്ലം ഓഫ് capital market in India. Brokers with capital shortage, violation of operating procedures and lack of self-enforcement. So relaxation of norms for issuance of the shares. So many changes have been made by the SEBI relating to the relaxation of norms and for or issuance of the shares in the primary market. So the LUM, it is done to encourage the companies to come out with the public issues. ദെൻ സെബിയുടെ മറ്റൊരു പ്രവർത്തനം എന്ന് പറഞ്ഞത് ക്ലിയറിംഗ് ഹൗസസ്, ക്ലിയറിംഗ് കോർപ്പറേഷൻസുകൾ സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടീസ് കൊണ്ടുവന്നതാണ്. സോ സെബി ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഡയറക്റ്റ് ചെയ്യുന്ന റെഗുലേറ്ററി ബോഡിയാണ്. സോ ടു എക്സ്റ്റാബ്ലിഷ് ദ ക്ലിയറിംഗ് ഹൗസസ് ആൻഡ് സെറ്റിൽ ഓൾ ദ ഡെലിവറീസ് ത്രൂ ദ ക്ലിയറിംഗ് ഹൗസസ് ഈസ് ഡൺ ബൈ ദ സെബി. ദെൻ ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട്. സെബി ഓൾസോ പ്രൊമോട്ടിംഗ് ആൻഡ് എക്സ്റ്റാബ്ലിഷിംഗ് ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട്. സോ ടു ഫോർ ദ ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സോ ദ സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടീസ് നടത്താൻ, എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ട്രേഡ് അറ്റ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ഡെവലപ്മെൻറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട്സ് കൊണ്ടുവന്നത്. ദെൻ ഡാറ്റാബേസ് ഓഫ് ക്ലയൻറ്റ്സ് ആൻഡ് ഓൾസോ ദ ഡാറ്റാബേസ് ഓഫ് ദ മെമ്പർ ബ്രോക്കേഴ്സ്. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനോടും they have advised to make a database of all the broker members, and also clientsനോട് it was decided in principle that stock exchanges would be required to ask their members broker to maintain a database for the clients. Then prohibition of insider trading. SEBI banned insiders trading in the stock exchanges. It was due to the manipulation conducted by the insiders. സെബി ബാൻഡ് ഇൻസൈഡേഴ്സ് ട്രേഡിംഗ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സെബി ബാൻ ചെയ്തിട്ടുള്ള ഇൻസൈഡർ ട്രേഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള നിയമപരിധി കൊണ്ടുവന്നു. ആൻഡ് ഓൾസോ പ്രൈസ് റിഗ്ഗിങ്, കർബ് പ്രൈസ് റിഗ്ഗിങ് നടക്കുകയാണെങ്കിൽ സെബിക്ക് പവർ കൊടുത്തിട്ടുണ്ട് ടു വേരിയസ് പാർട്ടീസ് സച്ച് ആസ് പ്രൊമോട്ടേഴ്സ്, ബ്രോക്കേഴ്സ് ആൻഡ് ക്ലയൻസിൻ്റെ ഇടയിലുള്ള പ്രൈസ് റിഗ്ഗിങ് ഒഴിവാക്കാനായിട്ട്. ആൻഡ് ഡിസ്കറേജ്മെൻറ്റ് ഓഫ് മാനിപ്പുലേഷൻ ഇൻ പ്രൈസ്. Necessary steps in price manipulation in all stock exchanges. SEBI has directed that all the stock exchanges to keep special margins in addition to the normal ones on the script. Then protection of investors' interests. അപ്പോൾ ഏറ്റവും സെബിയുടെ രണ്ട് മെയിൻ ഫങ്ഷനുകളിൽ ഒന്ന് റെഗുലേറ്ററി ബോഡി ആണെന്നുള്ളതും അതുപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളതാണ് സെബിയുടെ പ്രത്യേകത. അപ്പോൾ എന്തെല്ലാം സ്റ്റെപ്സുകളാണ് സെബി അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഗ്രോത്ത് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മ്യൂച്വൽ ഫണ്ട്, മെർച്ചൻറ്റ് ബാങ്ക് സർവീസസ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആൻഡ് സെബിയുടെ സെറ്റിംഗ് അപ്പ്. സോ നാഷണൽ ക്ലിയറിംഗ് കോർപ്പറേഷൻസുകൾ, കോർപ്പറേറ്റ് ഗവേർണൻസുകൾ, ഇവരൊക്കെയാണ്, ഇത്രയും ഫാക്ടേഴ്സാണ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്. സെബി അഡോപ്റ്റഡ് എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ. ഇൻവെസ്റ്റർ ഗൈഡൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെബി ടു എഡ്യൂക്കേറ്റ് ആൻഡ് ഗൈഡ് ദ ഇൻവെസ്റ്റേഴ്സ് അബൌട്ട് ദെയർ ഗ്രീവിയൻസസ് ആൻഡ് റെമഡീസ്. അനുസരിച്ച് ടാക്സ് ബെനിഫിറ്റുകളും ഇല്ലീഗൽ ട്രാൻസാക്ഷൻസിനെതിരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മുന്നറിയിപ്പും ട്രെയിനിങ്ങും ആർക്ക് കിട്ടുന്നുണ്ട്? ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിനും ബ്രോക്കേഴ്സിനും ക്ലയൻസിനും എല്ലാം കൊടുക്കുന്നുണ്ട്. ദെൻ ഡിസിപ്ലിനറി ആക്ഷൻ കമ്മിറ്റി ഇൻ ഈച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു ടേക്ക് അപ്പ് കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് ദ കമ്പനീസ്. കംപ്ലൈൻസുകൾ സ്വീകരിക്കാനായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആൻഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ്. സെബി റിവൈസ്ഡ് ഗൈഡ്ലൈൻസ് റിലേറ്റഡ് വിത്ത് ദ ഡിസ്ക്ലോഷർ for the purpose of providing more details of the accounts
ആൻഡ് ഓൾസോ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്. എന്താണ് ഈ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനും ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും കംപ്ലൈൻറ്റിൽ പെട്ട ഇൻവെസ്റ്റേഴ്സിന് പണം നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നത് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചസും തുടങ്ങി വെക്കണമെന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് അറൈസ് ഔട്ട് ഓഫ് ദ ഡിഫോൾട്ട് ഓഫ് ദ മെമ്പർ ബ്രോക്കർ ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ഓവർവ്യൂ ഓഫ് ദി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് പറയുമ്പോൾ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് മാർക്കറ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തെല്ലാം സ്റ്റെപ്സുകളാണ് സെബി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫോർ ദ improvement, for the protection of the investor, for the quality maintaining and building an automated market in Indian capital market. First they started the stock market. Bombay Stock Exchange and National Stock Exchanges is one of the main stock market, and stock exchanges we have more than 24 stock exchanges we have. Out of this 8 have been permanent recognition ulladana. Others need to apply every year for recognition. And Security and Exchange Board of India, setting up of SEBI, stock exchanges in India ആദ്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത വർഷം 1992 and it come under the Securities Control Regulation Contract Regulation Act 1956, and the Capital Issue Control Act കൊണ്ടുവന്നു 1947, that controlled the issue of the capital. അതനുസരിച്ചൊരു റീപ്ലേസ്മെൻറ്റ് നടന്നിട്ടുണ്ട് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ദെൻ സെബി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ April 12, 1988 ആൻഡ് റിപ്ലേസ് ദ ഓർഡിനൻസ് ഓൺ 4th April 1992. ആ 2 വർഷങ്ങളും ഓർമ്മയിൽ വെക്കണം. ദെൻ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റമാണ്. ഒരു പ്രോമിസിങ് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ആ ഒരു സ്റ്റെപ്പിന് സാധിച്ചു. ദ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസുകൾ BSE ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. ആൻഡ് മെഷർ ടു കർബ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് വളരെ ബിഗ് പ്രോബ്ലം ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഫേസ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ഷോർട്ടേജ് ഉള്ള ബ്രോക്കേഴ്സും അല്ലെങ്കിൽ ഓപ്പറേറ്റർ പ്രൊസീജിയേഴ്സിൽ വയലേഷൻ നടത്തുന്ന, സ്റ്റോക്ക് മാർക്കറ്റ് റൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾക്കെതിരെ the SEBI has given greater authority to take measure against those malpractices. Then വീണ്ടും കൊണ്ടുവന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്ലിയറിംഗ് ഹൗസസ്, ക്ലിയറിംഗ് കോർപ്പറേഷൻസുകൾ, സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദെൻ റെഗുലേഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ബാങ്കേഴ്സ് ഇഷ്യൂ, ഇവർക്ക് എല്ലാവർക്കും തന്നെ register ചെയ്യാൻ, required to register with the SEBI, that to improve the performance of the intermediaries in the capital market. Then change in the management structure. The board of the stock exchanges were a lot of brokers. So SEBI directed that 50% of the directors must be non-broker directors or representatives of the government. Then database ഉണ്ടാക്കാനായിട്ട് നടത്തി ശ്രമം, database of member brokers and also the database of clients, so that to maintain a database of their clients and also maintain a database of all the broker members of those exchange. So അവർ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ദാറ്റ് ഈസ് നോ യുവർ ക്ലൈൻറ്റ് ഈസ് എ ബിസിനസ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്, ടു എൻഹാൻസ് ദ സേഫ്റ്റി ഓഫ് ദ മാർക്കറ്റ്. പിന്നെ കൊണ്ടുവന്നതാണ് ദാറ്റ് ഈസ് പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, മാനിപ്പുലേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ദേ പ്രൊഹിബിറ്റ് ദ ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ദേ പ്രിവെൻറ്റ് ദ പ്രൈസ് റിഗ്ഗിങ്. പ്രൊമോട്ടേഴ്സിൻ്റെയും ബ്രോക്കേഴ്സിൻ്റെയും ക്ലയൻസിൻ്റെ ഇടയിലുള്ള പ്രൈസ് റിഗ്ഗിങ് നിർത്താനായിട്ട് SEBI has given power to curb price rigging. Then protection of the investors' interests. SEBI adopted number of steps to protect the interests of the investors, that is education, give them investors guidance services so that to educate and guide the investors about their grievances and remedies, and disciplinary action committee to set up in each stock exchange to take up complaints against the companies, and revised guidelines SEBI പറയുന്നത് disclosure or the providing more details of the accounts ആണ് പറയുന്നത്. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുക. then investors protection fund generate ചെയ്യുക so that the stock exchanges can provide compensation to the investors
who arise out of the default of the member broker of the stock exchange. Then order code number, malpractices check ചെയ്യാനായിട്ട് the stock exchanges have been required to ensure that the system put in a place whereby each transactions in a unique code number, and maintaining recording of time. സ്റ്റോക്ക് ബ്രോക്കേഴ്സിനോട് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ ഇൻ ടൈമിൽ വെൻ ദ ക്ലയൻറ്റ് ഹാസ് പ്ലേസ് ദ ഓർഡർ, അത് ആ കോൺട്രാക്ട് നോട്ട് അലോങ് വിത്ത് ദ ടൈം ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ദ ഓർഡർ കണ്ടിരിക്കണം. ദെൻ സെറ്റിംഗ് അപ്പ് ഓഫ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് കൊണ്ടുവരുന്നു. സോ ദാറ്റ് the equity shares shall be made. This fact should be disclosed in the offer document. ഓഫർ ഡോക്യുമെൻറ്റിൽ അത് പ്രത്യേകം ക്രെഡിറ്റ് ഏജൻസീസിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കണം. ദെൻ സൂപ്പർവിഷൻ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ്. സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷനുകളിലെ സെബി ആൻഡ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് സൂപ്പർവൈസസ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓപ്പറേഷൻസ്. സ്ട്രിക്ട്ലി അവർ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ഓൾസോ effective monitoring and surveillance mechanisms. Effective monitoring surveillance mechanism ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് എഫിഷ്യൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് തീരുമാനിക്കാനായിട്ട്. സോ ഓട്ടോമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റമാണ് നൗവേഡേയ്സ് BSE NSE OTCI പോലെയുള്ള എക്സ്ചേഞ്ചസിലൊക്കെ നടക്കുന്നത്. ആൻഡ് ഈ ഒരു ട്രേഡിംഗ് നെറ്റ്വർക്കിനെ തന്നെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ബോംബെ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം, ബോൾട്ട് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ഇത് ആഡിക്വേറ്റ് മോണിറ്ററിങ് ആൻഡ് സർവൈലൻസ് മെക്കാനിസമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയെല്ലാം ആണ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഐ ഹോപ്പ് യു വെരി വെൽ അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ റീസെൻറ്റ് trends in Indian capital market or recent developments in the Indian capital market. Okay, thank you all. Have a nice day.